ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ്. ഇന്ന് നമുക്ക് ഗൂഗിൾ ഷീറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ സെർച്ച് ബാറിലേക്ക് പോവുക. അവിടെ ഗൂഗിൾ ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഗൂഗിൾ ഷീറ്റ് സൈൻ ഇൻ എന്ന് പറഞ്ഞ് വരും. നമ്മൾ ഓൾറെഡി ഇതിൽ സൈൻ ഇൻ ചെയ്തതാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഷീറ്റ് അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ അൺടൈറ്റിൽഡ് സ്പ്രെഡ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ ഈ അൺടൈറ്റിൽഡ് സ്പ്രെഡ് ഷീറ്റിൽ നമുക്ക് ABCDEFGH എന്ന് പറഞ്ഞിട്ട് Z വരെ കോളങ്ങൾ ഓൾറെഡി നിലവിൽ ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു 1000-ഓളം റോകളും നമുക്കുണ്ടാവും. ഈ റോയും ഒരു കോളവും കൂടി ചേരുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് സെൽ. അപ്പോൾ ഇത് സെൽ നമ്പർ 1A, ഈ സെല്ലിൻ്റെ പേര് 1A. ഈ സെല്ലിൻ്റെ പേര് എന്താണ്? A1. സെല്ലിൻ്റെ പേര് A2. ഇവിടെ എത്തുമ്പോൾ A3. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ സെല്ലിനും കൊടുത്തിരിക്കുന്ന പേര്. ഇത് B1, ഇത് B2, ഇത് B3, ഇത് B4. അപ്പോൾ എവിടെയും നിങ്ങൾക്ക് കാണാം ഓരോ സെല്ലിനും കൊടുത്തിരിക്കുന്ന പേരും ആ സെല്ലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന റോ ആൻഡ് കോളമായിട്ട് നമുക്ക് അഡ്രസ്സുകളോ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യേണ്ടി വന്നാൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഒരു 10 സ്റ്റുഡൻസിൻ്റെ പേരും ഫോൺ നമ്പറും അഡ്രസ്സും ടൈപ്പ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന്. ഇപ്പോൾ ഈ സെല്ലിൻ്റെ ഏറ്റവും മേലെ തന്നെ മേൽഭാഗത്ത് ഒന്നാമത്തെ റോയിൽ തന്നെ ഞാൻ പേര്, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, സ്റ്റേറ്റ് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ പേരുകളായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതേപോലെ ഇവിടെ അതിൻ്റെ മൊബൈൽ നമ്പർ. അപ്പോൾ ഈ ഒരു കോളം അല്ലെങ്കിൽ ഈ ഒരു കോളം അല്ല റോ, ഈ റോയ്ക്ക് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ റോയുടെ കളർ നമുക്ക് മാറ്റി കൊടുത്താൽ നമുക്കൊരു അട്രാക്ഷൻ കിട്ടും. ഇപ്പോൾ ഒരു നീല കളർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഫോണ്ടിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു നല്ല അട്രാക്റ്റീവായിട്ടുള്ള വേറൊരു കളർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പല കളറുകൾ നമുക്ക് കൊടുക്കാം. ഒരു മഞ്ഞ കളർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവാണ്. ഇനി ബോൾഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബോൾഡ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തായി മാറും? ഇത് കുറച്ചും കൂടി വലിപ്പം കൂടും. പിന്നെ ഇനിയിപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ 10 ആണുള്ളത്, 10 എന്നുള്ളത് 11 കൊടുക്കാം. ഇനി അതുപോലെ 12 വരെ കൊടുക്കും, 12, 13 അങ്ങനെ കൂട്ടി കൊടുക്കാം. 12, 11 മതിയാവും. ഇനി നമ്മൾ പേരുകൾ ടൈപ്പ് ചെയ്യുകയാണ്. കുറച്ച് കുട്ടികളുടെ പേരുകൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഡേറ്റ എൻട്രി ചെയ്യണം. ഡേറ്റ എൻട്രി ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് കോളത്തിൽ ഓരോരോ പേരുകൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പേരുകൾ അടിക്കാൻ ഞാൻ ഓൾറെഡി കുറച്ച് പേരുകൾ അടിച്ച് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ Ctrl+V അമർത്തി കഴിഞ്ഞാൽ അത് പേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഓരോരുത്തരുടെ പേര് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പേര് സുരാജ്, റിഷാൻ, രശ്മി, അതുപോലെ ജാക്കോബ്, സുനിൽ എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കാണാം. അവിടെ പല ടൈപ്പ് മൊബൈൽ നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല ടൈപ്പ് മൊബൈൽ നമ്പർ ആണെങ്കിൽ നോക്കിയാൽ അറിയാം, പല ടൈപ്പ് മൊബൈൽ നമ്പറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇവിടെ ഒരു സ്പേസ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് സ്പേസ് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യാം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഡബിൾ ആരോ മാർക്ക് വരുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്യുക. മൗസിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ഇങ്ങോട്ടേക്കോ നമുക്ക് ഇതിനെ സ്പേസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഒരു കോളത്തിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് എന്തായി മാറി? ഈ ഡേറ്റ ഇതിലേക്ക് കയറി. അപ്പോൾ ഇനി ഈ ഡേറ്റ നമുക്കിങ്ങനെ എപ്പോഴും ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഈസിയസ്റ്റ് ആയിട്ടുള്ള വഴികളുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഈസിയസ്റ്റ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേരള സ്റ്റേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. മൊബൈൽ നമ്പർ എന്തായാലും ഡ്രോപ്പ് ഡൗൺ കൊടുക്കാൻ പറ്റില്ല, അതുപോലെ പേരും കൊടുക്കാൻ പറ്റില്ല. അഡ്രസ്സും വളരെ ബുദ്ധിമുട്ടാണ്, കാരണം പലരുടെ അഡ്രസ്സ് പല രീതിയിലായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പിന്നെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കോളം മൊത്തം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ കോളത്തിൽ D എന്ന് പറയുന്ന ഈ ലെറ്ററിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോളത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളം മൊത്തം സെലക്ട് ആവും. ഇനി വേണ്ട കുറച്ച് റേഞ്ചുകളിൽ മാത്രം മതിയെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇത്രയും റേഞ്ചിൽ മാത്രം ഡ്രോപ്പ് ഡൗൺ മതിയെങ്കിൽ അതിൽ മാത്രം കൊടുക്കാം. അതിനായി നമ്മൾ പോകേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൽ താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടോ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, നമ്മൾ ചേർത്ത പേരുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഡ്രോപ്പ് ഡൗൺ ക്രൈറ്റീരിയ കേരള, തമിഴ്നാട് ഇത്രയും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അനദർ കൊടുക്കണമെങ്കിൽ നമുക്ക് വേറൊരു വാല്യൂ കൊടുക്കാം, കർണാടക എന്ന് കൊടുക്കാം. അപ്പോൾ കർണാടക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കർണാടക വരും. അപ്പോൾ ഇത്രയും ഡ്രോപ്പ് ഡൗൺ വരും. പിന്നെ ഈ ഡ്രോപ്പ് ഡൗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2-3 ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ അലോ മൾട്ടിപ്പിൾ സെലക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം സ്റ്റേറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം.
ഇനി അഡ്വാൻസ്ഡ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെറും ആരോ കീ മാത്രം മതിയോ? അതേപോലെ ഷോ വാണിംഗ്, നമ്മളിപ്പോൾ വേറൊരു പേരെന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അതിൽ വാണിംഗ് വരും. അതിൽ ഇൻപുട്ട് റിജക്റ്റ് ചെയ്യാനും പിന്നെ ചിപ്പ്, അതുപോലെ ആരോ, പ്ലെയിൻ ടെക്സ്റ്റ്, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഇതിൽ കാണാം. അതിനെപ്പറ്റി ഞാൻ കുറച്ചും കൂടി വിശദമായി പറയാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിനൊരു ആരോ മാത്രം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് പിന്നെ ഡൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കേട്ടോ, ഒരു ആരോ മാർക്ക് വന്നിട്ടുണ്ട്. ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ കേരള, തമിഴ്നാട്, കർണാടക 3 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ കേരള മാറ്റി നമുക്ക് ഇവിടെ കർണാടക കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഇവിടെ കേരള മാറ്റിയിട്ട് തമിഴ്നാട് കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ എത്ര റേഞ്ചാണോ വേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ വാല്യൂസ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നെ ഒരു കോളം മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു കോളം മൊത്തമായിട്ട് സെലക്ട് ചെയ്താൽ ആ കോളം എത്രമാത്രം താഴോട്ട് പോകുന്നു. ഇപ്പോൾ 1000 റോസ് ഓൾറെഡി ഇതിലുണ്ടാവും. ഇതിൽ 1000 എന്നുള്ള 1500 2000 3000 റോസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്ര റോസ് വേണോ അത്രയും റോസ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എ എന്ന് പറയുന്ന ഒരൊറ്റ കോളം മാത്രമേ ഇതിലുള്ളൂ എങ്കിൽ നമുക്ക് ഏകദേശം 1 കോടി സെല്ലുകൾ, റോകൾ നമുക്ക് ഉണ്ടാവും. ആഡ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി എ എന്ന് പറയുന്ന കോളവും ബി എന്ന് പറയുന്ന കോളവും മാത്രമാണ് ഇതിലുള്ളത് എങ്കിൽ 1 കോടി എന്നുള്ളത് നേരെ പകുതിയാവും, അരക്കോടിയാവും, അല്ലെങ്കിൽ 50 ലക്ഷം റോസ് ചേർക്കാം. ഇനി 4 കോളം ഉണ്ട് ഇവിടെ അല്ലെ, എ ബി സി ഡി എന്ന് പറഞ്ഞ 4 കോളങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ 4 കോളം വരുമ്പം 25 ലക്ഷം റോകൾ നമുക്ക് താഴോട്ടേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. എന്ന് വെച്ചാൽ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൽ ടോട്ടൽ വരുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 കോടി സെല്ലുകളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനിയിപ്പോൾ ഇവിടെ ഇ മുതൽ ഇസഡ് വരെയുള്ള പിന്നെ എന്താണ് പറയുക, കോളംസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ കോളംസ് ഡിലീറ്റ് ചെയ്ത് കളയാം, വെറുതെ ഇതിങ്ങനെ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കോളം ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇ എന്ന് കാണാം. അപ്പോൾ ഇത് ഇ എന്നുള്ളതിൽ ഒരു ഇ ഒഴിവാക്കിയിട്ട് അവിടെ സെഡ് എന്ന് കൊടുക്കുക. അപ്പോൾ അതെന്താവും, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ളത് മൊത്തം സെലക്ട് ആവും. ഇ മുതൽ സെഡ് വരെയുള്ള കോളം സെലക്ട് ആവും. സെലക്ട് ആയതിനു ശേഷം നിങ്ങൾ ഇയിൽ കൊണ്ടുപോയി കേസർ വെച്ചിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണാം ഡിലീറ്റ് കോളം ഇ ടു സെഡ് എന്ന് ഒരു ഓപ്ഷൻ അവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കോളങ്ങൾ ഡിലീറ്റ് ആയി, പിന്നെ ഒന്നും ഇല്ല. അതേപോലെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഏകദേശം പിന്നെ ഡിഫോൾട്ടായിട്ട് ഏകദേശം 1000 സെല്ലുകളാണ്, ഇത് കണ്ടോ 1000 സെല്ലുകളാണ്, 1000 റോകളാണ് നമുക്ക് ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ആഡ് 1000 എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 ലക്ഷം വരെയുള്ളത് ആഡ് ചെയ്യാം. കാരണം 3 കോളങ്ങളാണല്ലോ അതിലുള്ളത്. അപ്പം 3 കോളങ്ങളും കൂടി ചേരുമ്പോൾ 3 കോളത്തിലും കൂടി 4 കോളം ഉണ്ട്. 4 കോളത്തിലും കൂടി 25 ലക്ഷം, ഒരു കോളത്തിൽ 25 ലക്ഷം വെച്ചിട്ടാകുമ്പോൾ സെല്ലുകളാകുമ്പോൾ 4 കോളത്തിലും കൂടി 1 കോടി, അങ്ങനെ ടോട്ടൽ 1 കോടി സെല്ലുകൾ ഉണ്ടാവും. സെല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ സി എന്ന് ഇത് ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ സെല്ലെന്ന് പറയുന്നത്. ഇതൊരു സെല്ലാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സെല്ലാണ്. അപ്പോൾ ഇത് മാത്രം ഒരു സെല്ലാണ്. അപ്പോൾ ഒരു സെല്ലെന്ന് പറഞ്ഞാൽ ഒരു റോയും ഒരു കോളവും കൂടി ചേരുന്ന ആ ഒരു പോയിന്റാണ് ശരിക്കും ഒരു സെല്ല് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഡേറ്റ ഒരു ഗൂഗിൾ ഷീറ്റിൽ എൻ്റർ ചെയ്യാനുള്ള പ്രാഥമികമായ പിന്നെ അറിവ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതിൽ ഞാൻ ഓൾറെഡി കളർ ചേഞ്ച് ചെയ്ത് കണ്ടോ, ഫിൽ കളർ ഉണ്ട്. അതുപോലെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, ഫോണ്ടിലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലിപ്പോൾ മൊബൈൽ നമ്പർ സെൻട്രൽ അലൈൻമെൻറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ അലൈൻമെൻ്റ് ആയിട്ട് പോകും. ഇനിയിപ്പോൾ സൈഡ് അലൈൻമെൻ്റ് ആണ് വേണ്ടത്, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് നമുക്ക് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഏത് അലൈൻമെൻറ്റ് വേണം എന്ന് നമുക്ക് വേണം. പിന്നെ ഈ ഷീറ്റിന് മൊത്തമായിട്ട് വേണമെങ്കിൽ ഈ ഒന്നിൻ്റെ മേലെയും എയിൻ്റെ ഇപ്പുറത്തുമായിട്ടുള്ള ഈ കോളം സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാം, സെല്ലിൻ്റെ സെൻറ്ററിലായിരിക്കും ഡേറ്റ ഉണ്ടാവുക. മറ്റേ സെല്ലിൻ്റെ മേലെ ആയിരിക്കും ഡേറ്റ, അല്ലെങ്കിൽ സെല്ലിൻ്റെ താഴെയായിരിക്കും അലൈൻമെൻറ്റ്. ഇതിപ്പോൾ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡേറ്റയും സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് അലൈനായിട്ട് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്തൊന്ന് നോക്കിയാൽ അറിയാം, കണ്ടോ സെൻറ്ററിൽ, സെല്ലിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇത് നേരെ തിരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്, താഴെയാണെങ്കിൽ അത് സെല്ലിൻ്റെ താഴേക്ക് പോകും. ഇനി വീണ്ടും നമ്മളത് സെല്ലിൻ്റെ മേൽഭാഗത്തായിട്ട് വരണമെങ്കിൽ മേൽഭാഗത്തായിട്ട് വരാം. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസും കൂടി ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഏതാണോ വേണ്ടത് അതേ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഡേറ്റ അതേപോലെ വരും. അതേപോലെ തന്നെ ഇതിൽ സെല്ല് കടന്ന് പുറത്തേക്ക് പോകണമോ എന്നുള്ളതാണ് കാണിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അത് സെല്ലിലെ പിന്നെ ഈ പറയുന്ന ഡേറ്റ നമുക്കിപ്പോൾ സെല്ലിൽ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, അപ്പോൾ ഗാന്ധിനഗർ കംപ്ലീറ്റ് കാണുന്നില്ല.
അപ്പോൾ സെല്ല് കടന്ന് പുറത്തേക്ക് പൊയ്ക്കോട്ടെ എന്നാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ സെല്ല് കടന്ന് അത് പുറത്തേക്ക് പോകും. ഇപ്പുറത്തെ ഡേറ്റ ഉള്ളതുകൊണ്ടാണ് അത് പോകാത്തത്. പിന്നെ ഇത് ഉള്ളിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇതാ സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ വരും. കണ്ടോ, അത് താഴോട്ടേക്ക് അലൈനായിട്ട് വന്നു. പിന്നെ ഇപ്പോൾ ഈ റാണ ബസ് സ്റ്റോപ്പ് എന്നുള്ളത് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. ഈ റാണ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഇവിടെ റാണ കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പ് രണ്ടാമത്തെ ലൈനിൽ വരണം എന്ന് വിചാരിച്ചിട്ട് അവർ എൻ്റർ അടിക്കും. എൻ്റർ അടിക്കുമ്പം ഈ സെല്ലുകളിൽ ഡയറക്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് താഴത്തെ നിലയിലേക്ക് വരില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം എൻ്റർ അടിക്കാൻ. കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുള്ളൂ, താഴേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് മാനുവലി അത് എന്ത് ചെയ്യാം, 2 ലൈനാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്രയൊക്കെ ഡേറ്റ ഉണ്ട് ഓട്ടോമാറ്റിക്കലി അത് താഴോട്ട് അലൈനായിട്ട് വരും. പക്ഷെ അത് പാരഗ്രാഫായിട്ടല്ല വരിക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പിന്നെ എന്താണ്, കോളത്തിൻ്റെ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് അത് പഴയ രീതിയിലേക്ക് തന്നെ പോകും. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ പാരഗ്രാഫ് പോലെ താഴെ വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. കൺട്രോളിൽ അമർത്തി പിടിക്കുക, എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിക്കുലർ ഡേറ്റ താഴോട്ടേക്ക് വരും. പിന്നെ വരുന്നത് എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫിറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, അതും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരിക. പിന്നെ നമുക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് പേരുകൾ താഴെ വരികയാണെങ്കിൽ ഇതെങ്ങനെ ഫിൽട്ടർ ചെയ്യാം, അത് അനദർ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് ഫിൽട്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫിൽട്ടർ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഹെഡിങ് മാത്രം, ഓരോ കോളത്തിൻ്റെ ഹെഡിങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതവിടെ ഒരു ഫണലിൻ്റെ ചിത്രം കാണാം, ക്രിയേറ്റ് ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട്. അത് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ അവിടെ എന്തായി മാറി, ഫിൽട്ടർ വരും. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താണോ ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത്, ഇപ്പോൾ രശ്മീനെ മാത്രം ഫിൽട്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് രശ്മി എന്ന് പറയുന്നത് മാത്രം ക്ലിയർ കൊടുക്കുക, എല്ലാ ടിക്ക് മാർക്കും അവിടെ നിന്ന് പോവും. ടിക്ക് മാർക്ക് പോയതിന് ശേഷം നമുക്ക് സുനിൽ എന്ന് പറയുന്നത് മാത്രമാണ് ക്ലിക്ക് ചെയ്യുന്നത് വെച്ചാൽ സുനിലിൻ്റെ മാത്രം ഡേറ്റ ഓക്കെ അടിച്ചാൽ സുനിലിൻ്റെ മാത്രം ഡേറ്റ അവിടെ വരും. ഇതിപ്പോൾ നമുക്കിപ്പോൾ 5 ഡേറ്റ 6 ഡേറ്റയാണ് നമുക്ക് കണ്ടുകൊണ്ട് കണ്ട് മനസ്സിലാക്കാം. പക്ഷേ 1000കണക്കിന് ഡേറ്റ ഉണ്ടെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ്. അല്ലെ 10000കണക്കിന് ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. മൊബൈൽ നമ്പർ അനുസരിച്ച് ഫിൽട്ടർ ചെയ്യാം, എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ക്ലിയർ ഫിൽട്ടർ അടിക്കണമെങ്കിൽ ഈ ഫിൽറ്ററിൻ്റെ മുകളിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ഫിൽറ്റർ മുഴുവൻ പോകും. ഇപ്പോൾ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് അനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാം. ഇപ്പോൾ കേരള സ്റ്റേറ്റിലുള്ള ആൾക്കാരെ മാത്രം കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ക്ലിയർ അടിക്കുക, എന്നിട്ട് അതിൻ്റെ ടിക്ക് മാർക്ക് മുഴുവൻ കളയുക, എന്നിട്ട് കേരള മാത്രം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. കേരള സ്റ്റേറ്റിലുള്ള കർണാടക ഇപ്പോൾ ഞാൻ സെലക്ട് കർണാടക സ്റ്റേറ്റിലുള്ള എല്ലാ ആളുകളെയും അവിടെ ഡിസ്പ്ലേ ആവും. ഇപ്പോൾ കേരളയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കേരള മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, കേരള സ്റ്റേറ്റിലുള്ള ആളുകൾ മാത്രം നമുക്ക് കിട്ടും, ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ കിട്ടില്ല. ഉണ്ടോ, കേരളത്തിലെ 2 പേരുണ്ട്, സുരാജും റിഷാനും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഫിൽട്ടർ ഓപ്ഷൻ ഗൂഗിൾ ഷീറ്റിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡേറ്റ എൻട്രിയും അതിൻ്റെ ഫിൽറ്ററിങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വരുന്ന വീഡിയോകളിൽ ഞാൻ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ എല്ലാ വീഡിയോസും അടങ്ങുന്ന ഒരു കോഴ്സായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ പേഴ്സണലായിട്ട് അറിയിക്കുകയാണെങ്കിൽ, നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ആ ആപ്പ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതിന് പേയ്മെൻറ്റ് വരുന്നുണ്ട്, ചെറിയൊരു പേയ്മെൻറ്റ് ഞങ്ങൾ ഈടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.